ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ്. റെയിൽവേ ബോർഡ് ആൾറെഡി ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ജനുവരി 2-ാം തീയതി. ഈ ഒരു ബിഗസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ തന്നെ വലിയൊരു മാറ്റമാണ് റെയിൽവേ ബോർഡ് വരുത്തിയിരിക്കുന്നത്. 2018-19 ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി വന്നപ്പോൾ, അതായത് ആ ഒരു സമയത്ത് അറൗണ്ട്ലി 1 lakh പ്ലസ് വേക്കൻസി വന്നിരുന്നു. ആ ഒരു സമയത്ത് എല്ലാ കുട്ടികളും ആഗ്രഹിച്ചതായിരുന്നു റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആക്കിയിരുന്നെങ്കിൽ എന്നും. അതേ രീതിയിൽ തന്നെ റെയിൽവേ ബോർഡ് 2025 ആ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഈ തവണ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അറൗണ്ട്ലി 32,000 പ്ലസ് വേക്കൻസിയാണ്. ഇന്നലെ വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ച് ഇനി മുതൽ നിങ്ങൾക്കും റെയിൽവേ ഗ്രൂപ്പ് ഡിയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഇനി മുതൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും റെയിൽവേ ഗ്രൂപ്പ് ഡിയിലേക്ക്. എന്നാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന, വേക്കൻസി എത്രയാണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. 2018-19 അവസാനമായിട്ട് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി വന്നത്. ആ ഒരു സമയത്ത് 10ാം ക്ലാസ് പാസ്സായവർക്ക് ചില പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. 10ാം ക്ലാസ്സും ITയും പാസ്സായവർക്കും ചില പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാലോ 10ാം ക്ലാസ് പാസ്സായവർക്ക് എല്ലാ പോസ്റ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ തവണ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ കുട്ടികളെ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് SSCGD 2024-25 ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സാം സ്റ്റാർട്ട് ആവുന്ന ഫെബ്രുവരി 1st വീക്കോടാണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമി 2025, അതായത് അഗ്നിപത്തിലേക്കുള്ള ആർമി GD, ടെക്നിക്കൽ, NA, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മറ്റൊരു കോഴ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഒഫീഷ്യലായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ. കാരണം എക്സാമിൻ്റെ ഒരു അപ്ഡേറ്റും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല, എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടുത്തെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട്. നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനെ ലിങ്ക് ലഭിക്കാനും PYQ സെഷൻ ലഭിക്കാനും MCQ സെഷൻ ലഭിക്കാനും എല്ലാ ദിവസവും GK ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. info@anand എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉടനെ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന്. അതിന് മുന്നേ കുട്ടികളെ, ആൾറെഡി റെയിൽവേ ബോർഡിൻ്റെ അണ്ടറിൽ നിന്ന് ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു കലണ്ടർ അനുസരിച്ച് 2025 റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുന്ന 23 ജനുവരിയിലായിരിക്കും. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ റിട്ടേൺ എക്സാം ആണ്, പിന്നെ PET ആണ്, പിന്നെ DV ആണ്, അതിനുശേഷം മെഡിക്കൽ ആണ്. എക്സാം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അതോടൊപ്പം തന്നെ ഫിസിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സാമിലാണ്. ഈ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ വന്നപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആൻഡ് IT എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു കൂടുതലും കുട്ടികൾക്കും ഡൗട്ട് ആയിരുന്നത്, അതായത് ഈ തവണയും ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിരിക്കുമോ സെലക്ഷൻ നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ട്. അതോടൊപ്പം വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട്ലി 32,000 പ്ലസ് വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ടോട്ടൽ ഈ കാണുന്ന 14 പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. കൂടുതൽ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ട്രാക്ക് മെയിൻറ്റെയിനർ ട്രേഡിലും അതുപോലെ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് ട്രേഡിലേക്കുമാണ്. നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം. ഇനി നമുക്ക് നോക്കാം ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്താണെന്ന്. ഇവിടെ നിങ്ങൾ നോക്കുക കുട്ടികളെ, ഇത് റെയിൽവേ ബോർഡിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ലഭിച്ച പേപ്പറാണ്. ഇന്നലെയാണ് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഡേറ്റും കാണാവുന്നതാണ്, 2nd 1 2025. വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10th പാസ്, ITI അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ റെയിൽവേ ഗ്രൂപ്പ് ഡി എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഈ ഒരു ചാനലുമായിട്ട് നിങ്ങൾ കണക്ട് ആയിട്ടിരിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. പ്രസൻറ്റും പറയുന്നതായിരിക്കും, അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്ന ഡീറ്റെയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നതായിരിക്കും. നമ്മളിവിടുത്തെ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് റിട്ടേൺ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം മെഡിക്കൽ അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റിലേക്ക് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.